2002 മുതൽ 2025 വരെയുള്ള 23 വർഷക്കാലം യഥാർത്ഥത്തിൽ കേരളത്തിൽ മറ്റൊരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും നേരിടാത്ത വിധമുള്ള വിമർശനങ്ങൾക്കും മാധ്യമ വിചാരണയ്ക്കുമൊക്കെ ഈ പിണറായി വിജയൻ വിധേയനായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. സാധാരണ രീതിയിൽ പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരെ ആക്രമിക്കുക എന്നതായിരുന്നു രീതിയെങ്കിൽ സർക്കാരിനെ ആക്രമിക്കുന്നതിൻ്റെ രീതി വിട്ട് പാർട്ടി സെക്രട്ടറിയിലേക്ക് മാധ്യമങ്ങളും പ്രതിപക്ഷവും വിമർശനം കുറിപ്പിക്കുന്നത് പിണറായിയുടെ കാലത്താണ്. അത് പിണറായി എന്ന് പറയുന്നൊരു നേതാവിൻ്റെ ഉയർച്ചയ്ക്കു കാരണമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിണറായിയെ കൂടുതൽ വിസിബിൾ ആക്കാൻ അത്തരം വിമർശനങ്ങൾ സഹായിച്ചിട്ടുണ്ടാവും. ആ അർത്ഥത്തിൽ നേരിട്ട എല്ലാ ആരോപണങ്ങൾക്കും മറുപടി പറഞ്ഞും പ്രതിരോധിച്ചുമാണ് പിണറായി വിജയൻ 2002-ലാവട്ടെ, അതിനുശേഷം 2005-ലെ സമ്മേളനത്തിലാവട്ടെ, മലപ്പുറം സമ്മേളനത്തോടുകൂടി VS-ന്റെ ആധിപത്യം അവസാനിക്കുന്നു. പിന്നീട് അങ്ങോട്ട് പിണറായി വിജയൻ ഒരേ സമയം സർക്കാരിലും അതേപോലെ പാർട്ടിയിലും പിടിമുറുക്കുന്നതായിട്ട് കാണുന്നത്. തുടർച്ചയായിട്ടും മൂന്നാം ടൈമിലേക്ക് പിണറായി വിജയനെ മുൻനിർത്തി പാർട്ടി ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും പിണറായി വിജയൻ എന്ന നേതാവിനൊരു വലിയ സ്വീകാര്യത ഈ സമ്മേളനത്തിൽ കിട്ടിയിട്ടുണ്ട്. ആ സ്വീകാര്യതയുടെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിനേക്കാൾ കൂടുതൽ ശ്രദ്ധ നയരേഖയ്ക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആ നയരേഖ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള 2025-ലെ മാറ്റം വ്യതിയാനത്തിൻ്റെ അല്ലെങ്കിൽ മാറ്റത്തിൻ്റെ സൂചനയാണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായമല്ല എന്നാണ്.